നമസ്കാരം, PC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമ്മൾ പോകാൻ പോകുന്നത് ആഗ്നേയ ശിലയിലേക്കാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. ലാറ്റിൻ ഭാഷയിൽ അഗ്നിയിൽ നിന്നും രൂപപ്പെട്ടു എന്ന അർത്ഥം വരുന്ന ശില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഗ്നേയ ശിലയാണ്. പഠിച്ചോളണേ, ലാറ്റിൻ ഭാഷയില് അഗ്നിയിൽ നിന്നും രൂപപ്പെട്ടു എന്ന അർത്ഥം വരുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളാണ്. ഭൗമാന്തർ ഭാഗത്തുള്ള ശിലാദ്രവ്യം അതിനെ അറിയപ്പെടുന്ന പേരാണ് മാഗ്മ അല്ലെങ്കിൽ ലാവ കേട്ടോ. ഇത് തണുത്തുറഞ്ഞ് രൂപാന്തരപ്പെടുന്നവയാണ് ആഗ്നേയ ശിലകൾ. പഠിക്കുക, ഭൗമാന്തർ ഭാഗത്തുള്ള ശിലാദ്രവം അല്ലെങ്കിൽ മാഗ്മയും ലാവയും തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നവയാണ് ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത്. മാഗ്മയുടെ തണുക്കലും ഘനീഭവിക്കലും ഭൂവൽക്കത്തിനുള്ളിലോ ഭൗമോപരിതലത്തിലോ നടക്കാം. അപ്പോ മാഗ്മ ഒന്നുകിൽ എന്ത് ചെയ്യാം, ഭൂവൽക്കത്തിൽ വെച്ച് തന്നെ തണുത്ത് ഘനീഭവിക്കാം. ഘനീഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഖരരൂപത്തിലാവുക, ഖരരൂപത്തിലോട്ടാകാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഭൗമോപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വന്നിട്ട് തണുക്കുകയോ ഘനീഭവിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ആഗ്നേയ ശില രൂപീകരിക്കുന്നതെന്നാണ്. സുഹൃത്തുക്കൾ, ചിത്രത്തിലേക്ക് നോക്കുക. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇവിടെ തിളച്ചു മറിയുന്ന മാഗ്മയുണ്ട്. ഈ മാഗ്മ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമിയിലെ വിള്ളലുകൾക്കിടയിലൂടെ പുറത്തേക്ക് വരുന്നു. ഭൂമിയുടെ വിള്ളലുകൾക്കിടയിലൂടെ പുറത്തേക്ക് വരികയും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന മാഗ്മ എന്ത് ചെയ്യും, താഴേക്ക് ഒഴുകുകയും ചെയ്യും അല്ലെ. താഴേക്ക് മാഗ്മ ഒഴുകുകയും ചെയ്യും. ഈ മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ത് ചെയ്യും, അവിടെ നിന്നിട്ട് തണുക്കും. ഇങ്ങനെ തണുത്താണ് നമ്മുടെ ആഗ്നേയ ശിലകള് രൂപപ്പെടുന്നത്. അപ്പൊ ഇനി സുഹൃത്തുക്കൾ മറക്കില്ലല്ലോ, അഗ്നിയിൽ നിന്നാണ് അല്ലെങ്കിൽ ചുട്ടുപഴുത്തു കിടക്കുന്ന മാഗ്മ അല്ലെങ്കിൽ ലാവയിൽ നിന്നാണ് ആരുണ്ടാകുന്നത്, ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ആരാ ഉണ്ടാകുന്ന സുഹൃത്തുക്കളെ, ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ഒന്നുകൂടി പറയാം, ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശില. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. ലാറ്റിൻ ഭാഷയിൽ അഗ്നിയിൽ നിന്നും രൂപപ്പെട്ടത് എന്നർത്ഥം വരുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളാണ്. ഭൗമാന്തർ ഭാഗത്തുള്ള ശിലാദ്രവം അതായത് മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നവയാണ് ആഗ്നേയ ശിലകള്. മാഗ്മയുടെ തണുക്കലും ഘനീഭവിക്കൽ എന്ന് വെച്ചാൽ ഖരമായി മാറുന്നതും ഭൂവൽക്കത്തിന് അകത്തു വെച്ചോ ഭൗമോപരിതലത്തിന് പുറത്തു വെച്ചോ നടക്കാം. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ആഗ്നേയ ശില ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാല്, ചുട്ടുപഴുത്തു കിടക്കുന്ന മാഗ്മ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള മാഗ്മ അല്ലെങ്കിൽ ലാവ ഭൂമിയിലെ വിള്ളലുകളിലൂടെ പുറത്തു വരികയും ഇങ്ങനെ പുറത്തു വരുന്ന മാഗ്മ വളരെ വേഗം തണുക്കുകയും ഇങ്ങനെ തണുത്തു രൂപപ്പെടുന്ന ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ആഗ്നേയ ശിലകൾ. പഠിക്കുക. ഭൗമാന്തർ ഭാഗത്ത് വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളുടെ തരികൾക്ക് വലുപ്പം കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് PSC ഇപ്പൊ ചോദിക്കുന്നത് കേട്ടോ. ഭൗമാന്തർ ഭാഗത്ത് അതായത് ഭൂമിയുടെ അകത്ത് വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയശിലകളുടെ തരികൾക്ക് എന്തായിരിക്കും, വലിപ്പം താരതമ്യേന കൂടുതലായിരിക്കും. മാഗ്മയുടെ സാവധാനത്തിലുള്ള തണുക്കലാണ് ഇതിന് കാരണം. അപ്പൊ ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് മാഗ്മയുടെ സാവധാനത്തിലുള്ള തണുക്കലാണ്. മാഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം അതീവ താപനിലയുള്ള ഒരു സാധനമാണ് അല്ലെ മാഗ്മ എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ അടിയിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് ഇവന്റെ തണുക്കല് വളരെ സ്ലോ ആയിരിക്കും. വളരെ സാവധാനം മാത്രമേ തണുക്കുള്ളൂ. കാരണം ഭൂമിയുടെ അടിയിൽ ഓൾറെഡി നല്ല ചൂടുണ്ട്. അതിന്റെ കൂടെ ഈ മാഗ്മയുടെ ചൂടും കൂടെ എന്താണ് ഉണ്ട്. അപ്പൊ ഈ മാഗ്മ എന്ത് ചെയ്യണം, തണുക്കാനായിട്ട് സമയം കൂടുതലെടുക്കും. അങ്ങനെ തണുത്തു വരുന്ന ആഗ്നേയ ശിലകൾക്ക് എന്തായിരിക്കും പ്രത്യേകത, അവയുടെ തരികളുടെ വലിപ്പം കൂടുതലായിരിക്കും. ഭൗമോപരിതലത്തിൽ വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയ ശിലകളുടെ തരികൾക്ക് വലിപ്പം കുറവായിരിക്കും. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല് മാഗ്മയുടെ പെട്ടെന്നുള്ള തണുക്കലാണ് കാരണം. അപ്പോ ഭൗമോപരിതലത്തിൽ വെച്ചാൽ ഭൂമിയുടെ മുകളിൽ വന്നു കഴിഞ്ഞാല് ഭൂമിയുടെ മുകളിൽ മാഗ്മ വന്നു കഴിഞ്ഞാൽ വളരെ വേഗം മാഗ്മ തണുക്കും. വളരെ വേഗം അവിടെ താപം കൈമാറ്റം ചെയ്യപ്പെടുകയും മാഗ്മ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, തണുത്തുറയുകയും ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് മാഗ്മ തണുത്തുറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഉണ്ടാകുന്ന ആഗ്നേയശിലകളുടെ തരികളുടെ വലിപ്പം എന്തായിരിക്കും, കുറവായിരിക്കും. തരികളുടെ വലിപ്പം കുറവായിരിക്കും. കണ്ടോ സുഹൃത്തുക്കളെ, ഒബ്സ്റ്റീഡിയൻ എന്ന് എഴുതിയേക്കുന്നുണ്ടോ. ഈ ഒബ്സ്റ്റീഡിയന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാല് ഇത് റാപ്പിഡ് ലാവ കൂളിംഗ് അല്ലെങ്കിൽ മാഗ്മയോ ലാവയോ റാപ്പിഡ് ആയിട്ട് വളരെ വേഗം തണുക്കുമ്പോഴാണ് ഈ ഒബ്സീഡിയൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോണുകൾ ഉണ്ടാകുന്നത്. എന്നാൽ നേരെ സ്ലോ മാഗ്മ കൂളിംഗ് സമയത്താണ് ഗ്രാനൈറ്റ് രൂപപ്പെടുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സന്ദർഭമില്ലേ, ആ സമയത്താണ് ഗ്രാനൈറ്റ് രൂപപ്പെടുന്നത്. ഇനി ഒബ്സീഡിയൻ ആണെങ്കിൽ എപ്പോഴാണ്, അത്
വളരെ വേഗം നമ്മുടെ മാഗ്മ തണുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. പഠിക്കുക. അപ്പോൾ മാഗ്മയുടെ പെട്ടെന്നുള്ള തണുക്കൽ എന്തിന് കാരണമാകും? ആഗ്നേയശിലകളുടെ തരികളുടെ വലിപ്പം ചെറുതാകുന്നതിന് കാരണമാകും. മാഗ്മ സാവധാനം തണുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗ്നേയശിലകളുടെ തരികളുടെ വലിപ്പം എന്തായിരിക്കും? കൂടുതലായിരിക്കും. പഠിക്കുക. ആഗ്നേയശിലകൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതാണ് PSCയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരം കാണുന്ന ചോദ്യമാണ്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രാനൈറ്റ്, ഗാബ്രോ, ഗ്രാനൈറ്റ്, ഗാബ്രോ, പെഗ്മാറ്റൈറ്റ്, പെഗ്മാറ്റൈറ്റ്, ബസാൾട്ട്, ബസാൾട്ട്, അഗ്നിപർവ്വതജന്യ ബ്രാച്ചിയ, അഗ്നിപർവ്വതജന്യ ബ്രാച്ചിയ, ടഫ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 6 ഉദാഹരണങ്ങൾ നമ്മൾ അങ്ങ് പഠിച്ചു വെക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളാണിത്. അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. ആഗ്നേയ ശിലകളുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഗ്രാനൈറ്റ്, ഗാബ്രോ, പെഗ്മാറ്റൈറ്റ്, ബസാൾട്ട്, അഗ്നിപർവ്വതജന്യ ബ്രാച്ചിയ, അതുപോലെ ടഫ്. ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് അവസാദ ശിലകൾ. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. കണ്ടോ, അടുക്കടുക്ക് രൂപത്തിൽ ഇരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോ അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. ഊറിക്കുടിക്കുന്നത് എന്ന് ലാറ്റിൻ ഭാഷയിൽ അർത്ഥമുള്ള ശിലകൾ ചോദിച്ചാൽ അത് അവസാദ ശിലകളാണ്. ഊറിക്കുടിക്കുന്നത് എന്ന് ലാറ്റിൻ ഭാഷയിൽ അർത്ഥമുള്ള ശിലകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവസാദ ശിലകളാണ്. അവസാദ ശിലകളുടെ രൂപീകരണം നമുക്കൊന്ന് നോക്കാം. കായാന്തരിക ശിലകളും ആഗ്നേയ ശിലകൾ എന്നിവ വിവിധ തരത്തിലുള്ള അപക്ഷയ അപരദന പ്രക്രിയയിലൂടെ പൊടിഞ്ഞ് അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പതിക്കുന്നു. ഇങ്ങനെ പതിക്കുന്ന അവസാദങ്ങൾക്ക് മുകളിൽ മറ്റ് അവസാദങ്ങൾ വീണ് പാളികളായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ രൂപപ്പെടുന്ന പാളികൾ കാലക്രമേണ ഉറച്ചു രൂപപ്പെടുന്നതാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കുക. വേറൊന്നുമില്ല. ഈ ചിത്രത്തിൽ കണ്ടോ സുഹൃത്തുക്കളെ, താഴേക്ക് സെഡിമെന്റ്സ്, സെഡിമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാദം. ഈ അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വീഴുന്നു. ഈ അവസാദങ്ങൾ എവിടെ നിന്നാ ഉണ്ടായത് ചോദിച്ചാല് കായാന്തരിക ശിലകൾക്കും അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾക്കോ അപക്ഷയവും അപരദനവും സംഭവിച്ച് ക്ഷയിച്ചു പൊടിഞ്ഞുണ്ടാകുന്നതാണ് ഈ സെഡിമെന്റ്സ് അഥവാ അവസാദങ്ങൾ എന്ന് പറയുന്നത്. ഈ അവസാദങ്ങൾ എല്ലാം കൂടി എങ്ങനെയാണ് താഴ്ന്ന പ്രദേശത്തേക്ക്, ഭൂമിയുടെ താഴ്ച കൂടിയ പ്രദേശത്തേക്ക് വന്ന് വീഴുകയും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അവന്മാർ എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് വീഴുകയും ചെയ്യും അല്ലേ? ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വന്ന് വീഴും. ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വന്ന് വീണ് ഇവരെന്ത് ചെയ്യും? അവിടെ വെച്ചങ്ങ് ഉറച്ച് ദൃഢമായിട്ടുള്ള ശിലകളായിട്ട് മാറും. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവസാദ ശിലകൾ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അവസാദ ശിലകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ദൃഢീകരണം. ഇങ്ങനെ അവസാദ ശിലകൾ രൂപപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ദൃഢീകരണം. പല അവസാദ ശിലകളും ദൃഢീകരണം മൂലം അവയ്ക്ക് തനത് സവിശേഷത നിലനിർത്തുന്നു. പല അവസാദ ശിലകളും ദൃഢീകരണം മൂലം അവയുടെ തനത്, അതായത് കൃത്യമായിട്ട് അവരുടെ എന്താണ് സ്വഭാവം, ആ സ്വഭാവം നിലനിർത്തുന്ന ശിലകളായിരിക്കും. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഈസിയാണ്. അവസാദ ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കു ശിലകൾ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കൂ സുഹൃത്തുക്കളെ, കണ്ടോ, അടുക്കടുക്കായിട്ടല്ലേ അവസാദ ശിലകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവനെ വിളിക്കുന്ന പേരാണ് അടുക്കു ശിലകൾ എന്ന്. ഊറിക്കുടിക്കുന്നത് എന്ന് ലാറ്റിൻ ഭാഷയിൽ അർത്ഥമുള്ള ശിലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവസാദ ശിലകളാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അവസാദ ശിലയുടെ രൂപീകരണമാണ് പറഞ്ഞത്. അവസാദ ശിലകളുടെ രൂപീകരണം ഒന്നുമില്ല, കായാന്തരിക ശിലകളോ അല്ലെങ്കിൽ ആഗ്നേയ ശിലകളോ അപക്ഷയവും അതുപോലെ തന്നെ അപരദന പ്രക്രിയയിലൂടെ പൊടിഞ്ഞാണ് അവസാദങ്ങൾ രൂപപ്പെടുന്നത്. ഈ അവസാദങ്ങളെല്ലാം കൂടി ഭൂമിയിലെ താഴ്ന്ന പ്രദേശത്ത് നിക്ഷേപിക്കപ്പെടുന്നു. ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി നിക്ഷേപിക്കപ്പെടുന്ന അവസാദങ്ങൾ ഉറച്ച് രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ദൃഢീകരണം. ഇങ്ങനെ അവസാദങ്ങൾ കൂടിച്ചേർന്നിട്ടേ നമ്മുടെ അവസാദ ശില ഉണ്ടാവില്ല സുഹൃത്തുക്കളെ, അതിനെ വിളിക്കുന്ന പേരാണ് ദൃഢീകരണം എന്ന്. ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ദൃഢീകരണം എന്ന്. പല അവസാദ ശിലകള് ദൃഢീകരണം മൂലം അവയുടെ തനത് സവിശേഷത നിലനിർത്തുന്നു. ഇതുകൂടി ഒന്ന് പഠിക്കുക. അവസാദ ശിലയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. അവസാദ ശിലയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാദ ശിലയെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തേതാണ് ബലാകൃതമായി രൂപപ്പെട്ടവ. ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ബാഹ്യബലങ്ങളുടെ സ്വാധീനത്താൽ അവസാദങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്നറിയപ്പെടുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ബലത്തിന്റെ സ്വാധീനത്താല് ഈ പറഞ്ഞ അവസാദങ്ങൾ എല്ലാം കൂടിച്ചേരുകയും അവിടെ വെച്ച് അത് കട്ടിയുള്ള ഒരു ശിലയായി മാറുകയും ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള അവസാദ ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകള്. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ് ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബാഹ്യബലത്തിന്റെ ഏതെങ്കിലും സ്വാധീനത്തിൽ, അത് കാറ്റായിരിക്കാം, മഴയായിരിക്കാം, ഒഴുകുന്ന ജലമായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം, ഇങ്ങനെ ഒരു ബാഹ്യബലത്തിന്റെ സ്വാധീനത്താല് അവസാദങ്ങൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് വന്ന് കൂട്ടപ്പെടുകയും അവിടെ വെച്ച് ഈ അവസാദങ്ങൾ എല്ലാം ചേർന്ന് കട്ടിപിടിച്ച് അവസാദ ശിലയായിട്ട് മാറുകയാണെന്ന് കരുതുക. ഇത്തരത്തിലുള്ള ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകളുടെ ഉദാഹരണം പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം നമ്മൾ. മണൽക്കല്ല്, കൺകളോമൈറ്റ്, എന്താണ് കൺകളോമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ഷെയിൽസ്, അതുപോലെ തന്നെ ലെസ്. ഇത്രയും പഠിച്ചോളണേ. പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ടെക്സ്റ്റ് ബുക്കുകളിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവസാദശിലകളെ നമ്മൾ തരംതിരിച്ച് പഠിക്കാനുള്ള കാരണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞു ഞാൻ പോകുന്നത് എല്ലാം അവസാദശിലകളുടെ ഉദാഹരണമാണ്. അപ്പോ സുഹൃത്തുക്കളെ ഈ ഭാഗം പഠിക്കുക. അടുത്തതാണ് ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ. ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെട്ട അവസാദ ശിലകളാണെങ്കിൽ അതിനെ ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന് പറയുന്നു. അപ്പൊ അവസാദ ശിലകളില് ജൈവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൈവികമായി രൂപപ്പെട്ട ശിലകൾ എന്ന്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു അവസാദ ശില രൂപീകരിക്കുന്നത് എന്ന് കരുതുക. അത്തരം ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന. ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന് ചോദിച്ചാൽ കൽക്കരി ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കൽക്കരി. ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൽക്കരിയാണ്. പിന്നെയാണ് ഗീസറൈറ്റ്. എന്താണ് ഗീസറൈറ്റ്? ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ല് വീണ്ടും വന്നേ, പഠിച്ചോളണേ. ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ജൈവികമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾ. അതിന്റെ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരി, ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. കൽക്കരി, ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല് പഠിക്കുക. മൂന്നാമത്തതാണ് രാസീയമായി രൂപപ്പെട്ട അവസാദങ്ങൾ. രാസപ്രക്രിയയിലൂടെ കടന്നുപോയി രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകള്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, രാസീയമായി രൂപപ്പെട്ട അവസാദ ശില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവസാദങ്ങൾ രാസപ്രക്രിയയിലൂടെ കടന്നുപോയി രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന്. അപ്പൊ 3 പ്രധാനപ്പെട്ട അവസാദ ശിലകളുടെ വകഭേദവും നമ്മൾ പഠിച്ചു കഴിഞ്ഞേ. 3 പ്രധാനപ്പെട്ട അവരുടെ ഡിവിഷൻ നമ്മൾ പഠിച്ചേ. അപ്പോ ആദ്യമായിട്ട് നമ്മൾ ഏതാണ് പറഞ്ഞതെന്ന് ചോദിച്ചാല് ബലാകൃതമായ രീതിയിൽ രൂപപ്പെട്ട അവസാദ ശിലകള്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ജൈവികമായ രീതിയിൽ രൂപപ്പെട്ട അവസാദ ശിലകള്. അവസാനം നമ്മൾ പറയുന്നു രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകള്. അപ്പൊ രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകളുടെ പ്രത്യേകത എന്താണ്? ഇത്തരം അവസാദ ശിലകൾക്ക് രാസപ്രക്രിയയിലൂടെ കടന്നുപോയായിരിക്കും രൂപപ്പെടുന്നത്. ഇത്തരം അവസാദങ്ങള് രാസപ്രക്രിയയിലൂടെ കടന്നുപോയിട്ട് എന്തായിട്ട് മാറുന്നു? അവസാദ ശിലയായിട്ട് മാറുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ചെർട്ട്, ഇമ്പോർട്ടന്റ് ആണ്. ചെർട്ട്, ചുണ്ണാമ്പ് കല്ല് അവിടെയും വരുന്നു. ഹാലൈറ്റ്, പൊട്ടാഷ്. ഈ പൊട്ടാഷ് പ്രീവിയസ് ആണ്, പഠിച്ചോളണേ. രാസീയമായി രൂപപ്പെട്ട അവസാദങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാല് ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, പൊട്ടാഷ്. ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, പൊട്ടാഷ് പഠിച്ചോളുക. അടുത്തതാണ് ഫോസിലുകൾ. എന്താ സുഹൃത്തുക്കളെ ഫോസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലകളുടെ പാളികൾക്കിടയിൽ കാണപ്പെടുന്നു. ഇവയെ ഫോസിലുകൾ എന്നറിയപ്പെടുന്നു. പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജന്തു സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലകളുടെ പാളികൾക്കിടയിൽ കാണപ്പെടുന്നു. ഇവയെ നമ്മൾ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. ഫോസിലുകൾ കാണപ്പെടുന്ന ശില അവസാദ ശില. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ.
ആ ഫോസിലുകൾ കാണപ്പെടുന്ന ആ ശില ഏത് ചോദിച്ചാൽ അത് അവസാദ ശിലയാണ്. ശിലകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഫോസിലുകൾ സഹായിക്കുന്നു. അതായത് അവസാദ ശിലകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഫോസിലുകൾ സഹായിക്കുന്നു. ഫോസിലുകളിൽ നിന്നും രൂപപ്പെടുന്ന ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. പഠിച്ചോളണേ, ഫോസിലുകളിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നാണ്. അതുപോലെ തന്നെ പെട്രോളിയത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ സുഹൃത്തുക്കളെ? ശിലാതൈലം. പെട്രോളിയം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ശിലാതൈലം. അപ്പോൾ ശിലാതൈലം എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രോൾ ആണ്. പഠിച്ചോളുക. അപ്പോ ഫോസിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി സുഹൃത്തുക്കൾ മറക്കില്ല, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ്. ഇതിൽ പെട്രോളിയത്തിന് അറിയപ്പെടുന്നത് എന്താണ്? ശിലാതൈലം എന്ന്. എന്താണ്? ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ ഇവയെ പൊതുവെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേ, ഇവയെ പൊതുവെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. പഠിച്ചോളണേ, ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ഒന്നുമില്ല. ഫോസിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജന്തു സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങള് അവസാന ശിലകളുടെ പാളികൾക്കിടയിൽ കാണപ്പെടുന്നു. ഇവയെ നമ്മൾ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. ഫോസിലുകൾ കാണപ്പെടുന്ന ശില എന്ന് ചോദിച്ചാൽ അവസാദ ശിലയാണ്. ശിലകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഇത്തരം ഫോസിലുകൾ നമ്മളെ സഹായിക്കുന്നു. ഫോസിലുകളിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. ഇവയെല്ലാം പൊതുവെ നമ്മൾ വിളിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ്. ഇവയെല്ലാം കൂടി നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കായാന്തരിത ശില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ശില കായാന്തരിത ശില. പഠിച്ചോളനെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില എന്ന് ചോദിച്ചാൽ അത് കായാന്തരിത ശിലയാണ്. രൂപാന്തരം സംഭവിച്ചു എന്ന അർത്ഥം വരുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് കായാന്തരിത ശിലയാണ്. രൂപാന്തരം സംഭവിച്ചത് എന്ന അർത്ഥം വരുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് കായാന്തരിക ശിലകളാണ്. അടിസ്ഥാന ശിലകളിൽ മർദ്ദം, വ്യാപ്തി, ഊഷ്മാവ് ഇവയിലെ വ്യത്യാസം മൂലം രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകള്. പഠിച്ചോളനെ, അടിസ്ഥാന ശിലകളില് മർദ്ദത്തിലോ വ്യാപ്തിയിലോ ഊഷ്മാവിലോ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കുകയും ഇവ കായാന്തരിത ശിലകളായിട്ട് മാറുകയും ചെയ്യും. സുഹൃത്തുക്കൾ, ചിത്രത്തിലെ ശ്രദ്ധിക്കുക. ഒന്നുമില്ല, ഇവിടെ എന്താണ്? എർത്തിന്റെ സർഫസ് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും അവിടെ മർദ്ദത്തിൽ വ്യത്യാസം വരുന്നു. നമ്മൾ പഠിച്ചതാണ്. താപനിലയിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസം ഉണ്ടാകുന്നു. ഇങ്ങനെ മർദ്ദത്തിലും താപനിലയിലും ഊഷ്മാവിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അടിസ്ഥാന ശിലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ആരാണ്? ആഗ്നേയ ശിലകളാണെന്ന്. ഇത്തരം ആഗ്നേയ ശിലകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസാദ ശിലയ്ക്കോ രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്നവയാണ് കായാന്തരിത ശില എന്നറിയപ്പെടുന്നത്. പഠിക്കുക. ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായി ഭൂമിയുടെ ഉപരിതലത്തിലെ ശിലകള് ഭൂമിയുടെ ഉൾഭാഗത്തായി പെടുമ്പോൾ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കുന്നു. ശരിയല്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു പാറ ഇരിക്കുന്നത് നമ്മൾ കരുതുക, അല്ലെങ്കിൽ ശില ഇരിക്കുന്നത് കരുതുക. നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ പറയും അതിനെ ഫലക ചലനം എന്ന് നമ്മൾ പറയും കേട്ടോ. ഈ ഫലക ചലനം അല്ലെങ്കിൽ ഈ ടെക്ടോണിക് പ്ലേറ്റിന്റെ പ്രക്രിയയുടെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഈ മുകളിൽ ഇരിക്കുന്ന ശില എന്ത് സംഭവിക്കുന്നു? ഭൂമിയുടെ അടിയിലേക്ക് കയറി പോവുകയാണെന്ന് കരുതുക. ഇങ്ങനെ ഭൂമിയുടെ ഉള്ളിലേക്ക് എത്തപ്പെട്ട ഈ ശിലയ്ക്ക് എന്ത് സംഭവിക്കും? ഭൂമിയുടെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന മർദ്ദമോ താപമോ ഒന്നുമായിരിക്കില്ല ഭൂമിയുടെ അടിഭാഗത്ത്. അതുകൊണ്ട് തന്നെ അത്തരം ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കും. പഠിക്കുക. ഭൗമാന്തർഭാഗത്ത് നിന്നും മാഗ്മ പുറത്തേക്കൊഴുകുമ്പോൾ ഭൂവൽക്കത്തിലെ ശിലകളുമായി സമ്പർക്കത്തിൽ വരുന്നു. മാഗ്മയുടെ അടിത്തട്ടിൽ പെട്ടുപോകുന്ന ഇത്തരം ശിലകൾക്ക് മുകളിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കുന്നതിന് കാരണമാകുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഗ്നിപർവ്വതം ഉണ്ട് എന്ന് കരുതുക. ആ അഗ്നിപർവ്വതത്തിനോട് ചേർന്ന് കുറച്ച് ശിലകൾ ഉണ്ട് എന്നും കരുതുക. ഒരു അഗ്നിപർവ്വതമുണ്ട്, ആ അഗ്നിപർവ്വതം ചേർന്ന് ശിലകളുണ്ട് എന്ന് കരുതുക. ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ പുറത്തേക്ക് ഒഴുകില്ലേ, അല്ലെങ്കിൽ മാഗ്മ പുറത്തേക്ക് ഒഴുകില്ലേ? ഈ മാഗ്മ ചെന്ന് നേരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ശിലകളുടെ മുകളിലൂടെ അങ്ങ് ഒഴുകും. ഇങ്ങനെ വലിയ ലെയറുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ മാഗ്മ ഒഴുകുന്നത്. ഈ മാഗ്മ ഇങ്ങനെ ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്മയുടെ അടിയിൽ പെട്ടുപോയ പാവം ശിലകളില്ലേ,
ഇവയ്ക്ക് മേല് വൻതോതിലുള്ള മർദ്ദവും അതുപോലെ തന്നെ താപവും ഉണ്ടാകും. വൻതോതിലുള്ള മർദ്ദം ഉണ്ടാകും, അതുപോലെ ആ ഭാഗത്ത് താപം എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് മർദ്ദത്തിലോ താപത്തിലോ വ്യത്യാസം ഉണ്ടായാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അവിടെ കായാന്തരീകരണം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തും എന്തുണ്ടാകും, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ശിലകൾക്കും എന്തുണ്ടാകും, കായാന്തരീകരണം ഉണ്ടാകുമെന്ന് പഠിക്കുക. ഒന്നുമില്ല, സംഭവം ഈസിയാണ്. ഭൂമിയുടെ അടുത്ത് നിന്ന് മാഗ്മ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഒഴുകുന്നു. ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുമ്പോ ഭൂമിയുടെ പുറം വശത്തിരിക്കുന്ന ശിലകളുടെ മേൽ കൂടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് മാഗ്മ ഒഴുകും. ഇങ്ങനെ മാഗ്മ ഒഴുകി ഒഴുകി ഇതൊരു ലെയർ രൂപത്തിലാകുമ്പോൾ ഇതിന്റെ ഏറ്റവും അടിയിൽപ്പെട്ടു പോയ പാവപ്പെട്ട ശിലകൾക്ക് എന്താ സംഭവിക്കുന്നത്, സാധാരണഗതിയെക്കാളും അവിടെ മർദ്ദം കൂടുതലായിരിക്കും. ഈ മാഗ്മ ഇങ്ങനെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സമ്മർദ്ദം അല്ലെങ്കിൽ മർദ്ദം എന്ത് ചെയ്യും, കൂടും. അതുപോലെ തന്നെ മാഗ്മയ്ക്ക് അതീവ താപനിലയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശിലകളുടെ മേലുള്ള താപവും എന്ത് ചെയ്യും, വർദ്ധിക്കും. താപമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ അല്ലെങ്കിൽ മർദ്ദമോ മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ കായാന്തരീകരണം നടക്കും. അങ്ങനെ നമ്മൾ ഈ അകപ്പെട്ടു പോയ ശിലകൾക്കും കായാന്തരീകരണം നടക്കുന്നു. പഠിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പറഞ്ഞത്. ശിലകളിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങളുടെ പുനഃപലരീകരണം അല്ലെങ്കിൽ ഇതിനറിയപ്പെടുന്നത് നമ്മുടെ എന്താണ്, പരലുകളുടെ പുനഃക്രമീകരണം എന്ന് പഠിച്ചാലും മതി. പുനഃപലരീകരണം അതുപോലെ തന്നെ പുനഃസംഘാടനം എന്നിവയ്ക്ക് വിധേയമാകുന്ന പ്രക്രിയയാണ് കായാന്തരീകരണം എന്നറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടുന്നത്, കായാന്തരീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഹൃത്തുക്കളെ പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായി ഭൂമിയുടെ ഉപരിതലത്തിലെ ശിലകൾ എന്ത് ചെയ്യും, ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് കയറിപ്പോകും. ഇങ്ങനെ കയറിപ്പോകുന്ന ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കും. കാരണം എന്താ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള താപനിലയോ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മർദ്ദമല്ല ഭൂമിയുടെ അടിഭാഗത്ത്. അതുകൊണ്ട് കായാന്തരീകരണം ഉറപ്പായും സംഭവിക്കും. ഭൗമാന്തർഭാഗത്ത് നിന്നും പുറത്തേക്കൊഴുകുന്ന മാഗ്മ ഭൂവൽക്കത്തിലെ ശിലകളുടെയുമായി സമ്പർക്കത്തിൽ വരുന്നു. ഓക്കെയാണ്, അല്ലെങ്കിൽ ശിലകളുടെ മുകളിലൂടെ എന്ത് ചെയ്യുന്നു, ഒഴുകുന്നു. ഇങ്ങനെ മാഗ്മ ഒത്തിരി ഒഴുകി ഒഴുകി ഇവ ലെയർ രൂപത്തിലാവുകയും ഇതിന്റെ അടിയിൽ പെട്ടുപോയ ശിലകൾക്ക് മർദ്ദവും താപവും കൂടുകയും ചെയ്യുന്നു. മർദ്ദത്തിലോ താപത്തിലോ വ്യത്യാസം സംഭവിച്ചാൽ അവിടെ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കുന്നു. അങ്ങനെ ഇത്തരം ശിലകളിലും എന്താണ്, കായാന്തരീകരണം സംഭവിക്കുന്നു. ഇനി എന്താണ് കായാന്തരീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശിലകൾ ഉൾപ്പെട്ട പദാർത്ഥങ്ങളുടെ പുനർപരലീകരണം അല്ലെങ്കിൽ പരലുകളുടെ പുനഃക്രമീകരണം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ പുനഃസംഘാടനം എന്നിവയ്ക്ക് വിധേയമാകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് കായാന്തരീകരണം. പഠിക്കുക. ഇനി കായാന്തരീകരണം രണ്ടു തരത്തിലാണ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. കായാന്തരീകരണം രണ്ടു രീതിയിൽ നടക്കുന്നു. ഒന്നാമത്തതാണ് ബലതന്ത്ര കായാന്തരീകരണം. നമുക്ക് നോക്കാം എന്താണ് ബലതന്ത്ര കായാന്തരീകരണം എന്നുള്ളത്. സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ, അതായത് രാസമാറ്റം വലുതായിട്ടൊന്നും സംഭവിക്കാത്ത ശിലകളില് അടങ്ങിയിരിക്കുന്ന തനത് ധാതുക്കൾ പൊട്ടിയും ഞെരുങ്ങുകയും പുനരേകീകരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലതന്ത്ര കായാന്തരീകരണം. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്, സാരമായ രാസമാറ്റം ഒന്നും അവിടെ സംഭവിക്കില്ല ശിലകൾക്ക്. ആ ശിലകളിൽ അടങ്ങിയിരിക്കുന്ന തനത് ധാതുക്കൾ ഒന്നുകിൽ പൊട്ടിപ്പോണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ധാതുക്കള് ഞെരുങ്ങി പുനരേകീകരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണെങ്കിൽ അതിനെ ബലതന്ത്ര കായാന്തരീകരണം എന്ന് പറയുന്നു. ചുമ്മാ ഈ ബലതന്ത്ര കായാന്തരീകരണം നടക്കുമോ സുഹൃത്തുക്കളെ? ഇല്ല. അപ്പോ അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് വെച്ചാല് പുറത്തു നിന്നൊരു ബലത്തിന്റെ ആവശ്യമുണ്ട്. ഇത് പഠിക്കണേ സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ബലതന്ത്ര കായാന്തരീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ബലം പുറത്തു നിന്ന് ആ ശിലകളിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാല് ആ ശിലകൾ പൊടിയുകയോ അല്ലെങ്കിൽ ഞെരുങ്ങി അമരുകയോ ചെയ്യും. ഇങ്ങനെ ശിലകൾ ഞെരുങ്ങി അമർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ധാതുക്കൾ എന്ത് ചെയ്യും, ഞെരുങ്ങി അമരുകയോ പൊടിഞ്ഞു മാറുകയോ ചെയ്യും. ഇങ്ങനെ ശിലകൾ പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബലതന്ത്ര കായാന്തരീകരണം എന്ന് സുഹൃത്തുക്കള് പഠിക്കുക. അടുത്തതാണ് താപീയ കായാന്തരീകരണം. എന്താ താപീയ കായാന്തരീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് രാസപരമായി രൂപമാറ്റം സംഭവിക്കുന്നു. താപീയ കായാന്തരീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലകൾ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് രാസപരമായ രൂപമാറ്റം സംഭവിക്കുകയും ശിലകളിലെ പരലുകൾ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ താപീയ കായാന്തരീകരണം എന്ന് പറയുന്നു. ഒന്നുമില്ല സംഭവം, ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങള് പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ധാതുക്കൾ പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഞെരുങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ രാസപരമായിട്ടുള്ള ഒരു രൂപമാറ്റമാണ് ഉണ്ടാകുന്നത്. ശിലകളിലെ പരലുകൾ എന്ത് ചെയ്യും? രാസമാറ്റത്തിലൂടെ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് താപീയ കായാന്തരീകരണം എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ആര് വേണം സുഹൃത്തുക്കളെ? താപം വേണം. എങ്ങനെ? തീവ്രമായ രീതിയിലുള്ള താപം വേണം. ചെറിയ താപമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. തീവ്രതയുള്ള താപം അല്ലെങ്കിൽ തീവ്രമായ രീതിയിലുള്ള താപം ലഭിച്ചു കഴിഞ്ഞാല് ശിലകളുടെ തന്നെ പദാർത്ഥങ്ങൾക്ക് എന്ത് ചെയ്യും? രാസപരമായിട്ടുള്ള രൂപമാറ്റം സംഭവിക്കും. ഇങ്ങനെ രാസപരമായിട്ട് രൂപമാറ്റം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പരലുകൾക്ക് പുനഃക്രമീകരണം നടക്കുന്നു. ഇതിനെയാണ് താപീയ കായാന്തരീകരണം എന്നറിയപ്പെടുന്നത്. സുഹൃത്തുക്കളെ പഠിക്കുക. താപീയ കായാന്തരീകരണത്തെ പിന്നെയും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് സമ്പർക്ക കായാന്തീകരണവും അതുപോലെ പ്രാദേശിക കായാന്തീകരണവും. താപീയ കായാന്തരീകരണത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. സമ്പർക്ക കായാന്തീകരണം എന്നും പ്രാദേശിക കായാന്തരീകരണം എന്നും. എന്തൊക്കെയാണ്? സമ്പർക്ക കായാന്തരീകരണം എന്നും പ്രാദേശിക കായാന്തരീകരണം എന്നും രണ്ടായിട്ട് താപീയ കായാന്തരീകരണങ്ങളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. എന്താണ് സമ്പർക്ക കായാന്തരീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭൗമാന്തർഭാഗത്ത് നിന്നും വമിക്കുന്ന ചൂടുള്ള മാഗ്മ അടിസ്ഥാന ശിലകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ, അടിസ്ഥാന ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകിൽ അത് ആഗ്നേയശിലയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കാം? അവസാദ ശിലയായിരിക്കാം. അപ്പോ ഭൗമാന്തർഭാഗത്ത് നിന്ന് വമിക്കുന്ന ചൂടുള്ള മാഗ്മ അടിസ്ഥാന ശിലകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായി ശിലകളിലെ പദാർത്ഥങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന പരലുകളെ പുനഃക്രമീകരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയുന്നത്. അപ്പൊ ചുമ്മാ ചൂട് കൂടുകയല്ല, ചൂട് എങ്ങനെ കൂടി? മാഗ്മ വന്ന് ശിലകളുടെ പുറത്ത് വീണത് കൊണ്ട് എന്ത് ചെയ്തു? താപം കൂടി. ആരുടെ? ശിലകളുടെ. അങ്ങനെ താപം കൂടിയോണ്ട് ശിലകൾക്ക് എന്ത് സംഭവിച്ചു? അതിന്റെ ഊഷ്മാവ് ഉയരുകയും ശിലകളിലെ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പരലുകൾ എന്ത് ചെയ്തു? പുനഃക്രമീകരിക്കുകയും ചെയ്തു. ഇതിനെയാണ് സമ്പർക്ക കായാന്തീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സമ്പർക്ക കായാന്തരീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഭൗമാന്തർഭാഗത്ത് വെച്ച്, ഭൂമിയുടെ അകത്തുള്ള കേസാണ് പറയുന്നത് കേട്ടോ. ഭൂമിയുടെ അകത്ത് എന്ത് ചെയ്യും? മാഗ്മ ഇങ്ങനെ ചൂടോടുകൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മാഗ്മ എപ്പോഴെങ്കിലും ഭൂമിയുടെ അടിയിലേക്ക് എത്തപ്പെടുന്ന ശിലകളിൽ ചെന്നിട്ട്, ഭൂമിയുടെ അടിയിലേക്ക് എത്തപ്പെടുന്ന ശിലകളുടെ മുകളിൽ എന്ത് ചെയ്യും? ചെന്ന് പതിക്കും. ശിലകളുടെ മുകളിലൂടെ പതിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒഴുകും. ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ശിലകളുടെ താപം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ശിലകളുടെ താപം വർദ്ധിക്കുകയും ഇങ്ങനെ ശിലകളുടെ താപം വർദ്ധിച്ചു കഴിഞ്ഞാൽ ശിലകളിലെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന പരലുകൾക്ക് എന്ത് സംഭവിക്കും? പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് സമ്പർക്ക കായാന്തരീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചില അവസരങ്ങളിൽ മാഗ്മയിൽ നിന്നോ ലാവയിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ ഘടകങ്ങൾ കൂടി ഇത്തരം ശിലകളിൽ കൂടിച്ചേർക്കപ്പെടുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശിലകളുടെ പരലുകളുടെ പുനഃക്രമീകരണം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഈ മാഗ്മയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ലാവയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം എന്ത് ചെയ്യും? ചിലപ്പോൾ ഈ ശിലയുമായിട്ട് കയറി അങ്ങ് പ്രവർത്തിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? കൂടിച്ചേർന്ന് ഒന്നായിട്ട് മാറും. അതിനുള്ള സാധ്യതയിലെ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ഉണ്ട്. മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ന് പറയുന്നത് താപനില കൂടി തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ഒരു വസ്തുവാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം വേണമെങ്കിൽ ഇങ്ങനെ ശിലകളുമായിട്ട് എന്ത് ചെയ്യാം? പ്രവർത്തിക്കാം. ശിലകളുമായിട്ട് പ്രവർത്തിച്ചിട്ട് അത് പുതിയൊരു ശിലയായിട്ട് എന്ത് ചെയ്യാം? മാറാം. ഇതാണ് സമ്പർക്ക കായാന്തരിക ശില എന്ന് പറയുന്നത്. പഠിക്കുക. അടുത്തതാണ് പ്രാദേശിക കായാന്തരീകരണം. എന്താണ് പ്രാദേശിക കായാന്തരീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്ടോണിക് പ്ലേറ്റിന്റെ ചലനം കൊണ്ടോ ഉയർന്ന താപത്തിന്റെയോ മർദ്ദത്തിന്റെയോ ഇവ രണ്ടിന്റെയും കൂടി ഫലമായോ ശിലകൾക്ക് പരലീകരണം നടക്കുന്നുവെങ്കിൽ ഇത്തരം രൂപമാറ്റം അറിയപ്പെടുന്ന പേരാണ് പ്രാദേശിക കായാന്തരീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ശിലകൾ ഭൂമിയുടെ അടിയിൽ പോകുന്നുണ്ടോ? ഇല്ല. ഭൂമിയുടെ അടിയിൽ പോകുന്നതിന് പകരം
ശിലകൾക്ക് ടെക്ടോണിക് പ്ലേറ്റിന്റെ ചലനം കൊണ്ടോ, ടെക്ടോണിക് പ്ലേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് വിട്ടുപോകുന്ന പാവപ്പെട്ട ശിലകൾക്ക് എന്ത് സംഭവിക്കാം? ഈ പറഞ്ഞിരിക്കുന്ന പ്രാദേശിക കായാന്തരീകരണം സംഭവിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉയർന്ന താപം സ്ഥിരമായി അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഈ ശിലകൾ ഇരിക്കുന്നതെന്ന് കരുതുക. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മർദ്ദ വ്യത്യാസമായിരിക്കാം. പെട്ടെന്നൊരു മർദ്ദ വ്യത്യാസം ഒരു ശിലയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാലും, ഇല്ലെങ്കിൽ താപവും മർദ്ദ വ്യത്യാസവും ഒരുപോലെ ഉണ്ടാകാം ഒരു ശിലയ്ക്ക്. ഒന്നുകിൽ ഒരു ശിലയ്ക്ക് താപത്തിന്റെ വ്യത്യാസം ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ശിലയ്ക്ക് മർദ്ദത്തിന്റെ വ്യത്യാസം ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഒരു ശിലയ്ക്ക് താപത്തിന്റെയോ മർദ്ദത്തിന്റെയോ വ്യത്യാസം ഒരുപോലെ അനുഭവപ്പെടാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ശിലകളിലെ പുനർപരലീകരണം നടക്കുകയും രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രാദേശിക കായാന്തരീകരണം എന്നറിയപ്പെടുന്നത്. പ്രാദേശിക കായാന്തരീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന കായാന്തരീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാദേശിക കായാന്തരീകരണമായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന കായാന്തരീകരണം എന്താണ് സുഹൃത്തുക്കളെ? പ്രാദേശിക കായാന്തരീകരണമായിരിക്കും. ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെടുന്നു. ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കള് പാളികളായി ക്രമീകരിക്കപ്പെടുന്നു. ഇതിനെ അടരുകൾ അല്ലെങ്കിൽ രേഖീകരണം എന്നറിയപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ പ്രാദേശിക കായാന്തരീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകിൽ ടെക്ടോണിക് പ്ലേറ്റിന്റെ ഇടയിൽ പെട്ടുപോയ പാവം ശിലകൾക്ക് എന്ത് സംഭവിക്കും? പ്രാദേശിക കായാന്തരീകരണം സംഭവിക്കും. ഇല്ലെങ്കിൽ ഒരു ശിലയിലെ താപത്തിന്റെയോ മർദ്ദത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം എന്തുണ്ടാകും? പ്രാദേശിക കായാന്തരീകരണം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒരു ശിലയിലെ മർദ്ദവും താപവും ഒരുപോലെ വ്യത്യാസപ്പെട്ടു വരുന്നെന്ന് കരുതുക. ഇങ്ങനെയാണെങ്കിലും എന്തുണ്ടാകും? പ്രാദേശിക കായാന്തരീകരണം ഉണ്ടാകും. ഇങ്ങനെ പ്രാദേശിക കായാന്തരീകരണം ഉണ്ടായി രൂപപ്പെടുന്ന ശിലകൾ വെറുതെ അല്ല ഉണ്ടാകുന്നത്. ഇവന്മാരെ ലെയറുകളായിട്ട് അല്ലെങ്കിൽ പാളികളായിട്ട് ഇങ്ങനെ രൂപപ്പെടും കേട്ടോ. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പാളികളായിട്ടായിരിക്കും രൂപപ്പെടുന്നത്. ഇങ്ങനെ പാളികളായിട്ട് നമ്മുടെ കായാന്തരിക ശിലകൾ കാണപ്പെടൂലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് അടരുകൾ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അടരുകൾ. അല്ലെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് രേഖീകരണം. അല്ലെങ്കിൽ അവന്മാരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? രേഖീകരണം എന്ന് വിളിക്കുന്നു. ശിലകളിൽ ധാതുക്കൾ പലതരം പദാർത്ഥങ്ങളും വ്യത്യസ്തമായ കനത്തിലുള്ള പാളികളായി ഒന്നിടവിട്ട് എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നു. ഇവ ഇരുണ്ടതും തെളിഞ്ഞതുമായി കാണപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം കായാന്തരി ശിലകളിൽ കാണപ്പെടുന്ന ഘടനയെ ബാൻഡിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ചില ശിലകൾ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കായാന്തരിക ശിലകളില് പദാർത്ഥങ്ങളിൽ എന്തുണ്ടാകും? വ്യത്യാസമുണ്ടാകും. ഇങ്ങനെ പദാർത്ഥങ്ങളിൽ വ്യത്യാസം ഉണ്ടായാൽ എന്താ സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? ഒരുപോലുള്ള പദാർത്ഥങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കാണപ്പെടും അല്ലെ? അങ്ങനെ പാളികളായിട്ട് ഒന്നിടവിട്ട് ഓരോ തരം പദാർത്ഥങ്ങൾ ഇങ്ങനെ കാണപ്പെടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാൻഡിങ് എന്ന്. ഒന്നും കൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ശിലകളിൽ ധാതുക്കളും പലതരം പദാർത്ഥങ്ങൾ വ്യത്യസ്ത കനത്തിലുള്ള പാളികളായി ഒന്നിടവിട്ട് ഒന്നായി എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നു. ഇവ ഇരുണ്ടതും തെളിഞ്ഞതുമായിട്ട് കാണപ്പെടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കായാന്തരിക ശിലയുടെ ബാൻഡിങ് എന്ന്. കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് കായാന്തരിക ശിലയുടെ ബാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, പലതരത്തിലുള്ള പദാർത്ഥങ്ങള് പല ലെയറുകളായിട്ടായിരിക്കും കായാന്തരിത ശിലയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് അവ തെളിഞ്ഞ നിറത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇരുണ്ട നിറത്തിലോ കാണപ്പെടും. കണ്ടോ, തെളിഞ്ഞ നിറത്തിലും കാണപ്പെടുന്നുണ്ട്, ഇരുണ്ട നിറത്തിലും കാണപ്പെടുന്നുണ്ട്. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാൻഡിങ് എന്ന്. എന്ത് പേരല്ല സുഹൃത്തുക്കളെ അറിയപ്പെടുന്നത്? ബാൻഡിങ് എന്ന് പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കായാന്തരിത ശിലയുടെ ഉദാഹരണങ്ങളാണ്. നൈസോയിഡ്, ഗ്രാനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിള്, ക്വാർട്സ്, സൈറ്റ്. ഇത്രയും പ്രധാനപ്പെട്ടതാണ് പഠിക്കുക. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാല് നൈസോയിഡ്, ഗ്രാനൈറ്റ്, സ്ലേറ്റ്, അതുപോലെ തന്നെ ഷിസ്റ്റ്, മാർബിള്, ക്വാർട്സൈറ്റ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. സുഹൃത്തുക്കൾ പഠിക്കുക. ഇതിൽ തന്നെ ഗ്രാനൈറ്റ്, സ്ലേറ്റ്, അതുപോലെ തന്നെ മാർബിള്, ഇത് മൂന്നും പ്രീവിയസ് ചോദ്യമാണ്. വ്യക്തമായിട്ട് പഠിക്കുക. കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണം. ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളെ LDCക്ക് വേണ്ടിയിട്ട് ശിലകൾ എന്ന ഭാഗത്തില് ശിലകളും അവയെ 3 രീതിയിൽ നമ്മൾ തരംതിരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ 3 രീതിയിലുള്ള ഉദാഹരണം മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് പോവുക. ആ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാകും.
ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.